ആണ്. അതിൽ 4th മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 5th ആണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th മൊഡ്യൂളാണ്. 4th ഉം 5th കൂടിയാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന്, ഒരു ഇക്വേഷൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ x² - 1 = 0 എന്ന് പറയുന്നത് എന്താ, ഒരു ഇക്വേഷനാണ്. അതിൻ്റെ റൂട്ട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാറ്? x² - 1 = 0 ആണെങ്കിൽ x = എന്തായിരിക്കും? +or-1 ആയിരിക്കും. അതേപോലെ x² - 4 = 0 എന്ന് പറഞ്ഞാൽ x എന്തായിരിക്കും? +or-2 ആയിരിക്കും. അപ്പോൾ ഈ 1 എന്ന് പറയുന്നതും -1 എന്ന് പറയുന്നതുമാണ് എന്തിൻ്റെ റൂട്ട്സ്? x² - 1ൻ്റെ റൂട്ട്സ്. റൂട്ട്സ് അഥവാ സൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. അതേപോലെ +or-2 അല്ലെങ്കിൽ -2 എന്ന് പറയുന്നതാണ് x² - 4 = 0 എന്ന് പറയുന്നതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡാണ്. ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് NR മെത്തേഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ലോങ് ആയിട്ട് എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാകെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് xn+1 ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. xn+1 എന്ന് പറയുന്നത് xn - f(x(n) / f'(xn) where f'(x) not equal to 0, n വേരി ചെയ്യുന്നത് 0, 1, 2, 3 etc. ആ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, ഫസ്റ്റ് യൂസിങ് ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് കമ്പ്യൂട്ട് ദ റിയൽ റൂട്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, റിയൽ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ട് ദ റിയൽ റൂട്ട് ഓഫ് f(x) = x³ - 2x - 5 കറക്റ്റ് ടു 5 ഡെസിമൽ പ്ലേസ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? അതായത് f(x) തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? x³ - 2x - 5 ആണ്. അതിൻ്റെ റൂട്ട് റിയൽ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ് ടു എത്ര ഡെസിമൽ പ്ലേസാണ്? 5 ഡെസിമൽ പ്ലേസിന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് f(x) എഴുതണം. f(x) ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ഉണ്ടാവും. അത് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. ഇവിടെ f(x) തന്നിട്ടുണ്ട്. x³ - 2x - 5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ f'(x) വരിക? ഡെറിവേറ്റീവ് എന്താ വരിക? x³ ഡെറിവേറ്റീവ് എന്താ വരിക? 3x² വരും. -2x ഡെറിവേറ്റീവ് എന്ത് വരും? -2 വരും. -5 ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. അപ്പോൾ ഈ കേസിൽ f'(x) എന്താ വരുന്നത്? 3x² - 2 ആണ് വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ f(x)ന് ട്രയലായിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുത്തു നോക്കുക. എന്നുവെച്ചാൽ ഫസ്റ്റ് f(0) കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ f(0) എന്താ വരുന്നത്? -5 ആണ് വരുന്നത്. അത് നെഗറ്റീവാണ് നമുക്കറിയാം. അതേപോലെ 0 കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്പർ 1 കൊടുത്തു നോക്കുക, 2 കൊടുത്തു നോക്കുക, 3 കൊടുത്തു നോക്കുക. അപ്പോൾ ഇവിടെ 1 കൊടുക്കുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. 2 കൊടുക്കുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറുന്നത്? 16 ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് പോസിറ്റീവ്. അപ്പോൾ f(2) വരെ നെഗറ്റീവാണ്, f(3) എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ സൈൻ എന്തായി? ചേഞ്ചായി. അപ്പോൾ നമ്മുടെ റൂട്ട് ലൈ ചെയ്യുന്നത് 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ്. അതായത് f(2)ൻ്റെയും f(3)ൻ്റെയും ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ 2 and 3. f(2)ഉം f(3) അല്ലേ സൈൻ ചേഞ്ച് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബിറ്റ്വീൻ 2 and 3 ആണ് നമുക്ക് പറയാം. ഇനി നമുക്കൊരു x0 ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മോഡ് f(2) കണ്ടുപിടിക്കുക. ഇപ്പോൾ f(2) - 1 ആണെങ്കിൽ മോഡ് f(2) എന്താ വരിക? 1 ആണ് വരിക. f(3) 16 ആണ്, വിച്ച് ഈസ് പോസിറ്റീവ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴും എന്ത് തന്നെ വരിക? 16 തന്നെ വരിക. അപ്പോൾ മോഡ് f(2) 1ഉം മോഡ് f(3) എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? മോഡ് f(2) 1 ആണ്, മോഡ് f(3) 16 ആണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? 1 അല്ലേ ചെറുത്. അപ്പോൾ നമ്മുടെ x0 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2 ആയിരിക്കണം. അതായത് സൈൻ ചേഞ്ച് ആവുന്നത് 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ്. ഇനി 2ഓ 3ഓ അതിലേതോ ഒന്നാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ട x0. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 2ൻ്റെയും മോഡുലസ് കാണുക. 2 മോഡ് f(2) മോഡ് f(3) കാണാം. മോഡ് f(2) ആണ് ഇവിടെ ചെറുത് വരുന്നത്. അപ്പോൾ നമ്മുടെ റൂട്ടിലായി നമ്മുടെ x0 എന്ന് പറയുന്നത് ചെറുതുള്ളതാണ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, മോഡ് f(2) < f(3) ആയതുകൊണ്ട് x0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി നമ്മുടെ ഫോർമുല നമ്മൾ എഴുതാം. xn+1 എന്ന് പറയുന്നത് xn - f(xn) / f'(xn). ഇനി എന്നിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യനിൽ കിട്ടിയാലും n 0 കൊടുക്കുക. n 0 കൊടുക്കുമ്പോൾ എന്താ വരിക?
x1 xn+1 അല്ലേ, n+1 സഫിക്സിലാണ്. അപ്പോൾ എന്നിന് 0 കൊടുക്കുമ്പോൾ x1 ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0. ഇവിടെ x0 എന്താ, x0 നമ്മൾ എന്താ എടുത്തത്, 2 എന്നാണ് എടുത്തുള്ളത്. അപ്പോൾ 2 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് 2. അപ്പോൾ 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ, x³ മൈനസ് 2x മൈനസ് 5 ആണ്. അപ്പോൾ എഫ് ഓഫ് 2 എന്താ വരിക, 2³ മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 5 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3x² മൈനസ് 2 എന്നല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഇൻറ്റു 2² മൈനസ് 2. ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.1 എന്നാണ് കിട്ടുന്നത് x1. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നിന് എന്ത് കൊടുക്കാം, എന്നിന് ഇപ്പോൾ 0 കൊടുത്ത വാല്യൂ, എന്നിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1. ഇനി എന്നിന് 1 കൊടുക്കുക. എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് x2 കിട്ടും. x2 ഈക്വൽ ടു x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1 വിച്ച് ഈസ് ഈക്വൽ ടു 2.1 മൈനസ് നേരെ തിരിച്ച് ഇവിടെ നമ്മൾ x1 മുന്നേ കിട്ടിയ ഈ x1 ആണ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, x2 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ x1 വരെ എന്ത് കൊടുക്കുക, 2.1 സംതിങ് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 2.094568. ഇതിൻ്റെ ഡെസിമൽ ഒരു 6-7 ഡെസിമൽ എഴുതിക്കോളുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 ഡെസിമലിന് കറക്റ്റ് ആവണം. അപ്പോൾ 5-ൽ കൂടുതൽ എന്തായാലും ഇവിടെ എഴുതണം നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട്. ഇനി n ഈക്വൽ ടു 2 കൊടുക്കുക. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ x3 ഈക്വൽ ടു എന്ന് പറയുന്നത് വാല്യൂ നമുക്ക് 2.09455. ഇതിപ്പോൾ എപ്പോഴാണ് ഈ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടു 5 ഡെസിമൽ പ്ലേസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 5 ഡെസിമൽ കറക്റ്റായിട്ട് 5 ഡെസിമൽ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടണം. ഇവിടെ നോക്കി x2 കിട്ടിയിരിക്കുന്നത് 2.09456 ആണ് കിട്ടിയിരിക്കുന്നത്. x3 2.09455 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതും 2.0955455 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല വീണ്ടും 5 ഡെസിമലിന് വീണ്ടും നമ്പർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇറ്ററേഷൻ വരെ ചെയ്യണം. ഇനി x4 കാൽക്കുലേറ്റ് ചെയ്യുക. x4 പക്ഷേ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2.09455 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ x3 ഇവിടെ x4ഉം സെയിം ആയിട്ട് കിട്ടുന്നുണ്ട് അപ് ടു 5 ഡെസിമൽ പ്ലേസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് എടുക്കാം, അല്ലെങ്കിൽ റൂട്ട് എന്തായിരിക്കും ആ ഇക്വേഷൻ്റെ, 2.09455 ആയിരിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റൂട്ട് 5 യൂസിങ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. നമ്മൾ NR എന്ന് എഴുതിയുള്ളൂ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ NR എന്നൊന്നും കാണില്ല, ന്യൂട്ടൺ റാപ്സൺ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടില്ല. ശ്രദ്ധിച്ച് നോക്കി, റൂട്ട് 5ൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം, അങ്ങനെയല്ലേ, റൂട്ട് 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. റൂട്ട് 5ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുക, x ഈക്വൽ ടു റൂട്ട് 5 കൊടുക്കുക. അപ്പോൾ x² എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ x² മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട എഫ് ഓഫ് എക്സ് എന്താ, x² മൈനസ് 5 ആണ്. ഇനി അതിൻ്റെ എഫ് ഡാഷ് എക്സ് എന്താ വരിക, 2x ആണ് വരിക. അപ്പോൾ ഇനി അതേപോലെ നമുക്ക് x0 ചൂസ് ചെയ്യണം. x0 ചൂസ് ചെയ്യാൻ വേണ്ടി എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുക, ഒക്കെ നെഗറ്റീവാണ് വരുന്നത്. എഫ് ഓഫ് 3ലാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ആണോ 3 ആണോ x0 ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, മോഡ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കുക, മോഡ് എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക. ഇവിടെ മോഡ് എഫ് ഓഫ് 2 ആണ് ചെറുത്, അപ്പോൾ 2 ആണ് x0 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോമുല എഴുതുക, എന്നിന് 0 കൊടുക്കുക, എന്നിട്ട് x1 കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിന് 1 കൊടുക്കുക, x2 കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിന് 2 കൊടുക്കുക, x3 കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ x4 കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ അപ് ടു ഡെസിമൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഏകദേശം രണ്ടും സെയിം വാല്യൂ വരുന്നവരെ ഐട്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇവിടെ x3യും x4ഉം ചെയ്യുമ്പോഴാണ് ഐട്രേഷൻ സെയിം വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്താൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2.2360679 ആയിരിക്കും. അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിത് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ 2 ക്വസ്റ്റ്യനും ചെയ്യുക. ഈ 2 ക്വസ്റ്റ്യനും നോട്ടിലുണ്ടാവണം, എന്നാലേ ഇത് മനസ്സിലാവും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. Using Newton-Raphson method, compute a real root of f of x is equal to e raised to 2x minus x minus 6 lying between 0 and 1. ഈ ക്വസ്റ്റ്യനിലൊരു ഇതുണ്ട്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ബിറ്റ്വീൻ 0 and 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 and 3 കണ്ടില്ലേ നേരത്തെ ക്വസ്റ്റ്യനിൽ, അതുപോലെ ഇതിൽ ട്രയലായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 0യും 1ൻ്റെയും ഇടയ്ക്കായിരിക്കും അതിൻ്റെ റൂട്ട്. അപ്പോൾ x0 ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡ് എഫ് ഓഫ് 0യും മോഡ് എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാണോ ചെറുത് അതായിട്ട് x0 എടുക്കുക. എന്നിട്ട് ബാക്കി പോലെ തന്നെ xn+1 ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഓരോ ടേംസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഏകദേശം സെയിം ആവുന്ന ഐട്രേഷൻ വരുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. കാരണം അപ് ടു എത്ര ഡെസിമലാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 24⁻³ യൂസിങ് NR മെത്തേഡ്. ഓക്കെ, ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്. അപ്പോൾ 24⁻⁻³ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x ഈക്വൽ ടു 24⁻⁻³ കൊടുക്കുക. അപ്പോൾ
അപ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു എന്തായിരിക്കും 24 ആയിരിക്കും. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 24 ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എടുക്കേണ്ട എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 24 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ബൈ ട്രയൽ ആൻഡ് എറർ നെഗറ്റീവ് ടു പോസിറ്റീവ് ഏതാണെന്ന് നോക്കുക, x0 ചൂസ് ചെയ്യുക, സാധാ കണ്ടിന്യൂഷൻ x1 x2 x3 x4 കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് ഐട്രേഷൻ ഏതെങ്കിലും 2 വാല്യൂസ് സെയിം ആവുന്നവരെ ഐട്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ 2 പ്രോബ്ലം നോട്ടിൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തോടെ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് കഴിഞ്ഞു. ഇനി നാളെ റെഗുലർ ഫാൽസി മെത്തേഡ്. റെഗുലർ ഫാൽസി മെത്തേഡും ഇങ്ങനെ ഇക്വേഷൻസിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. ഈ 2 പ്രോബ്ലവും ചെയ്യാം. ഇതിലെന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എളുപ്പമാണ് ഈ മൊഡ്യൂള്, മാർക്ക് കളയാനൊന്നുമില്ല, പ്രോബ്ലം പേപ്പറാണ്. ഓക്കെ.